നമസ്കാരം. ഇന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടത് നല്ല ബീഫ് 1 കിലോ വേണം. പിന്നെ ഒരു 3 സവാള, 3 തക്കാളി, ഒരു 5 അല്ലി വെള്ളുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക്. ഓക്കെ. പിന്നെ ഇതിലേക്ക് ഗരം മസാല, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. ഈ ബീഫിനെ നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം നമുക്കിതിനൊന്ന് കുക്കറിലേക്ക് മാറ്റാം. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് കുക്കറിലിട്ട് വേവിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ നന്നായി കഴുകി പിഴിഞ്ഞെടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റാം. സോ അങ്ങനെ നമ്മൾ ബീഫ് നന്നായി കഴുകി പിഴിഞ്ഞെടുത്ത് നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഓക്കെ. അതിനുശേഷം നമുക്കിതിനെ അടുപ്പത്തേക്ക് വെച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് സ്റ്റൗവിന് മുകളിലേക്ക് വയ്ക്കാം. ഇനി ഇതിനകത്ത് സ്റ്റൗവ് കത്തിച്ച് കൊടുത്ത് കുറച്ച് നേരം ഇതിനെ ഒന്ന് വേവിക്കണം. അതായത് ഒരു 6-7 വിസിൽ വരണം, എന്നാലേ അത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി മീൻ ടൈം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. നമുക്ക് ഈ സവാള ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. മാക്സിമം ചെറുതാക്കിയിട്ട് സ്ലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഈ ഇഞ്ചി അതുപോലെ തന്നെ വെള്ളുള്ളി ഇതിനെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. പക്ഷേ കുറച്ചും കൂടെ നല്ലത് നമ്മളിങ്ങനെ കല്ലിലിട്ടിട്ട് ഇടിച്ചെടുക്കുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അത് വേണമെങ്കിൽ വട്ടത്തിൽ സ്ലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിൽ ഇതുപോലെ സ്ലൈസ് ചെയ്യാം. ഓക്കെ, അത് നമ്മളുടെ ഇഷ്ടപ്രകാരമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പച്ചമുളക് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 തക്കാളി ഉണ്ട്. തക്കാളീനെ കൂടെ നമുക്കൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ നല്ലത്. അതുകൊണ്ട് കുറച്ച് ചെറിയൊരു പുളിപ്പുണ്ടാവും, അത് കറിക്ക് നല്ലതാണ്. മസാലയൊക്കെ ഒന്ന് നന്നായി പിടിച്ചു വരാൻ ഈ നാടൻ തക്കാളിയാണ് നല്ലത്. ഇങ്ങനെ നമ്മൾ തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 6 വിസിൽ വന്നു. നമുക്ക് നമ്മുടെ ബീഫ് വെന്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള ഐറ്റംസിലേക്ക് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ അടുപ്പത്ത് ചട്ടി വെച്ചു. അതിലേക്ക് ചട്ടി നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമുക്കിത്തിരി വെളിച്ചെണ്ണ തെളിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇടണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം.
ഒരു ബ്രൗൺ കളർ വരുന്നവരെ വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, കാരണം ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് നമ്മുടെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഒരു ചെറിയ ബ്രൗണിഷ് കളർ വന്നിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ മൂത്ത് വന്നിരിക്കുന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളകും ചേർത്ത് വിടാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും ഒരു നല്ല ബ്രൗൺ കളർ വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിനെ ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, എന്നിട്ടൊരു മീഡിയം കളർ വരുന്ന സമയത്ത്, ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂ ചെയ്യാം വഴറ്റുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ മസാല റോസ്റ്റ് ഏകദേശം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വെന്ത് അതിലേക്ക് മിക്സ് ആകുന്നത് വരെ നമ്മൾ ഇളക്കിയെടുക്കണം. ഓക്കെ, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ്. സോ നമ്മളതിങ്ങനെ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. കണ്ടോ, ഇത് തക്കാളി വെന്ത് അതിലേക്ക് മിക്സായി, ഇപ്പോൾ രണ്ടും കൂടെ മിക്സായിട്ടൊരു നല്ല ഇതിലേക്ക് വന്നു, കണ്ടില്ലേ. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പെപ്പർ പൗഡർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച കുരുമുളക് ഇതിലേക്ക് ചേർത്ത് വിടാം. നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളതിലേക്ക് കുരുമുളക് ചതച്ച് വെച്ചത് എടുത്തു. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിപ്പൊടി ചേർക്കാം. ഓക്കെ, കൊറിയാണ്ടർ പൗഡർ. സോ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി അത്യാവശ്യം നല്ല രീതിയിൽ ചേർക്കണം, എന്നാലേ മസാലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർത്തു. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഗരം മസാല ചേർക്കാം. ഓക്കെ, അല്പം ഗരം മസാല. ഇനി ആവശ്യത്തിന് മുളക് പൊടി. നമുക്ക് നന്നായിട്ട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടാം, ഇല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാം. ഓക്കെ, അങ്ങനെ നമ്മളതിലേക്ക് ആവശ്യത്തിന് മുളകെടുത്തു. ഓക്കെ, ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, മിക്സ് ചെയ്ത് കുറച്ച് നേരം വേവിക്കണം. എന്നാൽ അതിൻ്റെ ഒരു ചുവയുണ്ട്, അത് മാറണമെന്നുണ്ടെങ്കിൽ നന്നായി വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളതിനെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. കേട്ടോ, ഇപ്പോൾ റോസ്റ്റ് റെഡിയായി. ഇനി ഈ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫുണ്ട്, അതിനെ നമുക്ക് അതിലേക്ക് തട്ടാം.
അത് വേവുമ്പോൾ ആവിയിൽ വെന്തതിൻ്റെ ഒരു കുറച്ച് വെള്ളം ഉണ്ടാവും അതിൽ, അതും കൂടെ ചേർത്തങ്ങ് നമ്മുടെ മസാലയ്ക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ റോസ്റ്റ് മസാലയും ബീഫും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, ഓൾറെഡി വെന്തതാണ്, എന്നാലും ഇത്തിരി നേരം കൂടെ അത് മിക്സായിട്ടൊന്ന് വെന്ത് കുറുകി കിട്ടണം. അപ്പോൾ നമ്മളതിനെ വെച്ച് ഇനി അതിലേക്ക് കുറച്ച് നമ്മളുടെ കറിവേപ്പില, മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ചേർക്കാം. ഓക്കെ, ഉണ്ടോ, നമ്മുടെ റോസ്റ്റ് നന്നായിട്ട് വെന്ത് മിക്സായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.